എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ വലിയ പ്രതാപവും ഈ ഇസ്സത്തും ഈ അഭിമാനവും നേടിത്തുന്നതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കഠിനാധ്വാനം ശൈഖുനയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ്. ഇന്നും ശൈഖുനയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. കാന്തപുരത്തെ എല്ലാ പ്രഭാത സമയത്തും നടക്കുന്ന ഒരു മൗലിദിന്റെ സദസ്സുണ്ട്. ചെറിയ മക്കളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരവസാനം അതിന്റെ പരിസമാപ്തിക്ക് വേണ്ടി ശൈഖുനയുടെ ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെന്നതാണ്. ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് ആ മൗലിദിങ്ങനെ ഓതുമ്പോ മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാനബി മൗത്തിനേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരിധി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണ് നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ الصلاة والسلام عليك يا حبيب الله. ഈ വരികൾ ഇങ്ങനെ ചെല്ലുമ്പോ കണ്ണിലൂടെ കണ്ണുനീരുകൾ നിർവഹിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ഇഷ്ടാണ് അവരുടെ ജീവിതം, മഹബ്ബത്താണ് അവരുടെ ജീവിതം. സുബ്ഹാനല്ലാഹ്, ഞാനും യതീമിനെ പോറ്റിയവരും നാളെ സ്വർഗ്ഗത്തിൽ പ്രകാരമാണെന്ന് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി ഓടി നടക്കുകയാണ്, അധ്വാനിക്കുകയാണ്. ആയിരക്കണക്കിന് യതീമുകളാണ് അവിടുത്തെ പ്രവർത്തനം കൊണ്ട് ജീവിതത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കടന്നു ചെന്നത്. മാഷാ അല്ലാഹ്, ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. കാഞ്ഞങ്ങാട് അടുത്തൊരു വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണ്. ഞാൻ ഉസ്താദ് പറഞ്ഞ വീട് അന്വേഷിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. 5 ചെറിയ മക്കളാണ് ആ വീട്ടിലുള്ളത്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട ഒരു കൊച്ചു വീടാണ്. ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ 5 ചെറിയ മക്കളാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ മക്കളുടെ ഉപ്പയുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, ഇതുപോലെ പ്രവാസ ലോകത്ത് ജീവിച്ചൊരു സഹോദരനാണ്. ഒരു ദിവസം അതേ തന്റെ ബാഗ് നിറയെ, തന്റെ കെട്ട് നിറയെ, നിറയെ മിഠായികളും കളിസാധനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ വിമാനമിറങ്ങി അതേ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതേ എന്റെ ഉപ്പകരും മിഠായിയുമായി, എന്റെ പുന്നാര ഉപ്പകരും കളിസാധനങ്ങളുമായി എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന പൊന്നാര മക്കളുടെ മുന്നിലേക്ക് വരുന്നത് ഈ പ്രവാസ ലോകത്ത് ജീവിച്ചൊരു സഹോദരന്റെ ചേതനയറ്റ ശരീരമാണ്. ആ 5 മക്കളെയും ഏറ്റെടുക്കാനാണ് എന്നെ ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്, അവരെ വളർത്തി വലുതാക്കി, അവരെ ഉമ്മയുടെ കൂടെ തന്നെ പോറ്റി വളർത്തി, ഉമ്മയുടെ അടുക്കലേക്ക് അവർക്ക് പണം എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഓപ്പൺ കെയർ പദ്ധതിയിലൂടെ എത്ര ആയിരക്കണക്കിന് മക്കളാണ് ഈ സമുദായത്തിന്റെ മുന്നിൽ ചോദിച്ച്
ചിഹ്നമാകുമായിരുന്ന മക്കളെ കൈപിടിച്ചുയർത്തി അവരെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ പ്രിയപ്പെട്ട ശൈഖുനാ? പ്രവാസലോകത്ത് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ആക്രമണത്തിന് സമാധാനമുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണാനുണ്ട്. നിങ്ങൾ വിയർപ്പ് ഗണങ്ങൾ ഒഴുകി നിങ്ങൾ അധ്വാനിച്ച കുട്ടികൾ കൊടുത്തയച്ചതിന്റെ പ്രതിഫലമാണ്, അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് കാണുന്ന വലിയ പ്രവർത്തനങ്ങൾ. അല്ലാഹുവേ, എല്ലാം നീ കബൂലാക്കി